ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 10-ാം സങ്കീർത്തനം 7-ാം വാക്യം. അവൻ്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു. ദൈവിക ന്യായവിധിയെക്കുറിച്ച് ഓർമ്മയില്ലാതെ ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നുവെന്നാണ് സങ്കീർത്തനക്കാരൻ ഈ വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 3 തലയുള്ള പാമ്പിനെ പോലെയാണ് ദുഷ്ടൻ. പാമ്പിൻ്റെ നാവിൻ കീഴിൽ വിഷം നിറഞ്ഞിരിക്കുന്നത് പോലെ ദുഷ്ടൻ്റെ നാവിൻ്റെ കീഴിൽ ദോഷവും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. അവനുമായി അടുക്കുന്നവനെ ശരീരത്തിലും ആത്മാവിലും മുറിവേൽപ്പിച്ച് അവൻ വേദനിപ്പിക്കും. പാമ്പിൻ്റെ കടിയേൽക്കുന്നവൻ്റെ ശരീരത്തിൽ വിഷം കലർന്ന് മരിക്കുന്നത് പോലെ ദുഷ്ടൻ്റെ വായിലെ ദുഷ്ടതയും ദോഷവുമാകുന്ന വിഷം മറ്റുള്ളവരെ മുറിവേൽപ്പിച്ച് നശിപ്പിച്ച് കളയും. പാമ്പിൻ്റെ വിഷം തിരിച്ചറിഞ്ഞ് പാമ്പിനെ ഒഴിവാക്കുന്നത് പോലെ ദുഷ്ടനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തിയില്ലെങ്കിൽ അവൻ്റെ നാവിൻ കീഴിലുള്ള വിഷമേറ്റ് നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകും. ഇത് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധ്യമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ദുഷ്ടത പ്രവർത്തിക്കാതെ നന്മ ചെയ്യുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.